ഭാർഗവീ നിലയത്തില് ഒറ്റ പ്രേതമാ. പക്ഷെ ഇവിടെ പ്രേതങ്ങള് 3. ഞാനിത് വാങ്ങിയത് ദൊരോത്തി ഫെർണാണ്ടസ് എന്ന ദൊരോത്തി മദാമയുടെ കയ്യിൽ നിന്നാണ്. അവരിത് പല പ്രാവശ്യം പലർക്കും വിറ്റതാ. വാങ്ങിയവന്മാരൊക്കെ ഒട്ടും താമസിക്കാതെ ഇത് മദാമയ്ക്ക് തന്നെ തിരിച്ചു വിറ്റിട്ട് ഓടി രക്ഷപ്പെട്ടു. എന്താ കാര്യം? പ്രേതങ്ങളുടെ ശല്യം. ചുമ്മാരി. എന്താ നിനക്ക് പേടിയുണ്ടോ? എവര് പേടിക്കും? എന്നാ പേടിക്കാൻ വരട്ടെ. പേടിക്കാനുള്ളത് വരുന്നേ ഉള്ളൂ. എന്ത്? വർഷങ്ങൾക്ക് മുൻപ് ഈ ദൊരോത്തി മദാമ അവരുടെ കെട്ടിയവും സായിപ്പിനെയായിരുന്ന കാമുകയും ഡ്രൈവറെയും വെട്ടിനുറുക്കി പെട്ടിയിലാക്കിയിട്ട് ഇവിടെ പിന്നാമ്പുറത്തെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു അത്രേ. ഈ 3 പേരുടെ പ്രേതങ്ങളാ. അതിനുശേഷം ഈ കൊട്ടാരത്തിൽ ആരെയും തങ്ങാൻ അനുവദിക്കാത്തത്. രാത്രിയായ കാറ്റായും കറുത്ത പൂച്ചയായും നിഴലായും കളവാവലായും ഒക്കെ ഇവിടെ എല്ലാം അറിഞ്ഞു തിരിയും. കൈ കിട്ടിയ വലിച്ചു കയറി ചോര കുടിച്ച് കിണറ്റിലേക്ക് വലിച്ചെറിയും. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. എന്താടാ നിനക്കും പേടിയായോ? പേടിയാ? മിണി പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും. ഞാനാ? അതും ഇല്ലാത്ത പ്രേതകഥ കേട്ടിട്ട്. അതല്ലടാ. എന്താടാ നിനക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? എന്ന് ചോദിച്ചാ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിശാചിലും വിശ്വസിക്കണമെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് പറയാമല്ലോ, എനിക്ക് പേടിയുണ്ട്. ഇവന് പേടിയായ സ്ഥിതിക്ക് ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല. എന്താ പിന്നെ വാ, വെറുതെ എന്തിനാ ഇവനെ മാത്രം പേടിപ്പിക്കുന്നത്? പാവം എന്തെങ്കിലും ഇവന് പേടിയാന്ന്. പേടിക്കാനും പോവാനൊക്കെ വരട്ടെ. ഈ പേടിച്ചോട് സമ്മതിക്കണ്ടേ? എന്നാലേ ഞാൻ ഈ പറഞ്ഞ പ്രേതവും പിശാചും ഒന്നും ഇവിടെ ഇല്ല. ഇല്ലാതെ പിന്നെ അതൊക്കെ ഇവിടുത്തെ നാട്ടുകാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കി വെറും കഥകളാ. നാട്ടുകാരങ്ങനെ വെറുതെ കഥകൾ പറഞ്ഞുണ്ടാക്കൂ. അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ശരിയാ, നാട്ടുകാർ പറഞ്ഞാൽ കാര്യമുണ്ട്. അവരിവിടെ പലതും കണ്ടിട്ടുമുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷെ അവര് കണ്ടത് മുഴുവൻ ആരൊക്കെയോ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെങ്കിലോ, ഇവിടെ പ്രേതവും ബാധയൊക്കെ ഉണ്ടെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കുന്നതാണെങ്കിലോ? എന്തിന്? ആര്? ആ ദൊരോത്തി മദാമ അവരുടെ ആൾക്കാർ. അവരിത് സാമാന്യ ആദായ വിലക്ക് വിൽക്കുന്നു. വാങ്ങുന്ന മണ്ടമാരി കഥകളൊക്കെ കെട്ടി പേടിച്ച് കുറച്ചുകാലം ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതാകുമ്പോ മദാമയ്ക്ക് തന്നെ കിട്ടിയ വിലക്ക് വിറ്റിട്ട് രക്ഷപ്പെടും. എങ്ങനെയുണ്ട് അവരുടെ ബിസിനസ്? വെറുതെ എങ്ങനെ ആരെങ്കിലും പേടിക്കും? എന്തെങ്കിലുമൊക്കെ കാണൂടാ. ഇല്ലടാ, ഒന്നുമില്ല. ചുമ്മാ വരട്ടെ. ഞാനിത് വാങ്ങും മുമ്പ് ആര് പറയാ അതിനകത്ത് കയറി 3-4 രാത്രി ഒറ്റയ്ക്ക് സുഖമായിട്ട് താമസം. എന്നിട്ട് പ്രേതം നിന്നെ കൊന്ന? അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. നീ ഇത് കിട്ടുന്ന വിലക്ക് ദൊരോത്തി മദാമയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. കൂടുതലൊന്നും പറയണ്ട. നിനക്ക് ഈ ബിസിനസ് വേണ്ട. ഞങ്ങളെ സമ്മതിച്ചിട്ട് തുടങ്ങാമെന്ന് നീ കരുതുകയും വേണ്ട. പിന്നൊക്കെ നിന്റെ ഇഷ്ടം. ഞങ്ങൾ പോവാ. നീ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും ഒരെന്നാലുമില്ല. വലിയ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് നിനക്ക് പേടിയാന്ന് വെച്ചാ? പേടിയാ? നമുക്ക് ആലോചിക്കാം. ഏതായാലും തൽക്കാലം നമുക്കൊരു ഹോട്ടലിൽ താമസിക്കാം. എനിക്ക് രാവിലെ ചൂടുവെള്ളവും യൂറോപ്യൻ ക്ലോസറ്റും വേണം. അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെന്താ? അതല്ല, ഈ ഹോട്ടലിലാകുമ്പോൾ ഫ്ലഷ് ഒക്കെ വർക്ക് ചെയ്യും. ഹോട്ടലിലേക്കൊക്കെ ഇവിടുന്ന് 10-40 കിലോമീറ്റർ പോകണം. 9 മണിയോടെ ഫോറസ്റ്റ് റോഡും ക്ലോസ് ചെയ്യും. കാലത്ത് തന്നെ നമുക്ക് ഹോട്ടലിലേക്ക് മാറാം. എന്തായാലും ഇന്നൊരു രാത്രി നമുക്ക് ഇവിടെ തങ്ങാം. അതല്ലാതെ വേറെ നിവൃത്തിയില്ല. എല്ലാവരുടെയും റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? എന്താ പേടിയുണ്ടോ? ഗോവിന്ദൻകുട്ടി, അപ്പുകുട്ടാ, നമുക്ക് 4 പേർക്കും കൂടി ഏതെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാം. എന്താ? പിന്നെ നേരത്തെ കിടക്കണം. 11:30 കറണ്ട് പോകും. അയ്യോ, എന്താടാ പ്രേതങ്ങളെ നിനക്ക് പേടിയില്ലാന്ന് പറഞ്ഞിട്ട്? പേടിയൊന്നുമില്ല. അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല. പണ്ട് മുതലേ വൃത്തികെട്ട ജന്തുക്കളാ. ഇതാണ് നിന്റെ ബെഡ്റൂം. ഈ ബംഗ്ലാവിലെ ഏറ്റവും വലിയ മുറിയായത്. എനിക്ക് ഇത്രയും വലിയ മുറിയൊന്നും വേണമെന്നില്ല. ഞാൻ വേണമെങ്കിൽ അവരുടെ കൂടെ പോയി കിടന്നോളാം. എന്തിനാ വെറുതെ ചെലവ് കൂട്ടുന്നത്? ഇതിനെന്താ പ്രത്യേകിച്ച് ചെലവ്? പണ്ടിത് ദൊരോത്തി മദാമയുടെ ബെഡ്റൂം ആയിരുന്നു. എന്താ നിനക്കെന്താ പേടിയുണ്ടോ? വേണമെങ്കിൽ കർട്ടൻ അടച്ചേക്കാം. വേണ്ട, തുറന്നു കിടക്കട്ടെ. മിന്നലിന്റെ ചിത്രപ്പണികൾ കാണാമല്ലോ. ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. പിന്നെന്താ? എന്താ നീ എന്താ പറഞ്ഞത്? ഗുഡ് നൈറ്റ് എന്ന്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ. പിന്നെ മിന്നലിന്റെ കോപ്പ്.
ബെഡ്റൂമിൽ തൂക്കിയിടാൻ മറ്റേ അമ്മൂമ്മയുടെ ഫോട്ടോ ആയത്. അടിക്കണം. അയ്യോ, നശിച്ച മിന്നല്. ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ട് വേണ്ടേ? ഫ്ലാഷ് അടിച്ചപ്പോ അറിയാതെ കണ്ണൊന്ന് ചിമ്മിപ്പോയി. ഞാൻ വേറൊരു പോസ് തരാം. താങ്ക് യു. ഇത് നന്നായിരിക്കും. കവർ പേജ് ആയിട്ട് കൊടുത്തോളൂ. ഹെഡിങ് നന്നായിരിക്കണം. ദന്തൽ ഡോക്ടർക്ക് ലോകത്തിൽ ആദ്യമായി ഓസ്കർ അവാർഡ് അങ്ങനെ കൊടുത്താൽ മതി. ജനലൊന്നും ശരിക്കും അടയ്ക്കൂല. ടോർച്ച് വെച്ച കാണൂല. ആരവിടെ? ആരവിടെ? ആരുമില്ലേ അവിടെ? തോന്നിയതായിരുന്ന? അയ്യേ, പേടിച്ചു ദൂരൻ. കളിക്കല്ലേ കുട്ടിപ്പിശാശി. എന്തൊരു വീടിത്. കുറച്ച് നേരത്തെ മുള്ളിക്കൂടെ മനുഷ്യനെ മെനക്കെടുത്താൻ. എവിടെ പോയി? ഒന്ന് വേഗമാവട്ടെ ഇത്. ഈ മതി. അയ്യോ, സോറി. അയ്യാ, അയ്യാ, അയ്യാ. ശല്യം. അയ്യാ, ഇപ്പൊ ഒന്നുമില്ല. പോയി കാലത്തോ. അപ്പൊ പറയാ എപ്പോ വേണമെന്ന്. what's my problem? Don't act all innocent with me. I know all about this grace of yours. Nonsense. Don't you walk away from me? You. Woman, stop this right now. Oh, what? Believe me, you. I will not let this be. I will stop this forever, even if that means killing you. ഇംഗ്ലീഷാ? മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. പേടിക്കരുത്. മഹാദേവ, മഹാദേവ. അത് ഞാനാണല്ലോ. അപ്പുകുട്ട, അപ്പുകുട്ട. എന്താടാ കുട്ട? അപ്പുകുട്ട. എന്താ സിസ്റ്റർ, പേഷ്യൻസ് ഒക്കെ പോയോ? അപ്പുകുട്ട, വാതിൽ തുറക്കണം. പുല്ലേ. ഇല്ല സിസ്റ്റർ, ഇന്ന് ഞാൻ വിടില്ല. ആട്ടോണ്ട് ആട്ടോണ്ട് സിസ്റ്ററിന്റെ ഒരു പല്ല് ആടുന്നുണ്ട്. എടുക്കട്ടെ. അയ്യോ, ഇവൻ എന്തായി തുറക്കാത്തത്? അപ്പുകുട്ട, തുറന്നിരിക്കുവായിരുന്നു. വൈഫ് പറഞ്ഞ എനിക്ക് പുല്ല. അപ്പുകുട്ട. അയ്യോ, അവള് വന്നു. സിസ്റ്റർ മേശയുടെ അടിയിലോട്ടിരുന്നു. നെക്സ്റ്റ് പേഷ്യന്റ്. അപ്പുകുട്ട. ആരാടി നീ? ഡിയാ. ആരാ ബാക്കില്? ഡിയല്ലടാ. എടാ ഞാനാ മഹാദേവൻ. നീ എന്താ ഈ നൈറ്റി ഒക്കെ ഇട്ടോണ്ട്? ഇത് നൈറ്റി ഒന്നും അല്ലടാ പോത്തെ. ഇത് ഞങ്ങൾ ഗൾഫിലെടുത്ത ഗൗണാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ എന്നെ വിളിച്ച? ഇല്ല. ഇല്ലേ? വിളിക്കുന്ന